ജീവിതത്തിൽ എല്ലാ ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഗോൾ, ലക്ഷ്യം. ലക്ഷ്യമില്ലാത്ത ഒരാളും ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് പ്രൊഫഷണൽ ആണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും വി വിൽ ഹാവ് എ സ്ട്രോങ് ഗോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഗോൾ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് നമ്മൾ സംഘടിപ്പിക്കും. നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാനുള്ള പദ്ധതികൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ പകർത്തും. അങ്ങനെ പകർത്തുമ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതേതൊക്കെയാണ്? നമ്പർ 1 ഈസ് അവർ സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് നമ്മളിലേയുള്ള വിശ്വാസം. ഈ നമുക്ക് നമ്മളിലേയുള്ള വിശ്വാസം ആളുകൾ ഈ പ്രൊഡക്റ്റ് കുറച്ച് കൊടുക്കുന്നത്, വില കുറച്ച് കൊടുക്കുന്നത്, ആളുകൾ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഏറ്റവും ചീപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു, ചീപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ട് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അത് എന്തിന്റെ കുറവാണ്? സെൽഫ് കോൺഫിഡൻസ്, സ്വന്തത്തിലുള്ള വിശ്വാസം ഇല്ലായ്മയുടെ കുറവാണ്. രണ്ടാമത്തത്, നമുക്ക് എന്ത് വേണം? എ ഡിവോഷൻ, അർപ്പണ ബോധം വേണം. എന്തൊരു കാര്യവും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്നുണ്ടാകണമെങ്കിൽ നമ്മളത് സമർപ്പണ ചിന്തയോട് വേണം. എന്നാണ് അത് വിജയിക്കുന്നവരെ അതിന്റെ പുറകിൽ വേണം. ദാറ്റ് ഈസ് അർപ്പണബോധം. ഇംഗ്ലീഷിൽ അതിന് ഡിവോഷൻ എന്ന് പറയും. മൂന്നാമത്തത് വി വിൽ ഹാവ് എ വെരി ഗുഡ് സ്കിൽ സെറ്റ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഓറിയന്റേഷൻ, നമ്മളുടെ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ ആവശ്യമായ സാമർഥ്യം, നൈപുണ്യം നമുക്ക് വേണം. അതെന്തിന്റെ ബേസ് ആയിരിക്കണം? ദാറ്റ് ഈസ് എ മൈൻഡ് സെറ്റ് ബേസ്ഡ് സ്കിൽ ഓറിയന്റേഷൻ. അത് മാനസികമായിട്ട് തന്നെ നമ്മൾ സ്കിൽ സെറ്റ് ഫോളോ ചെയ്യണം. അർപ്പണ മനോഭാവം വേണം, നമുക്ക് നൈപുണ്യം വേണം, എക്സ്പേർട്സ്നെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നാലാമത്തത്, വി വിൽ ഹാവ് എ ടീച്ചിങ് സ്കിൽസ് ആൻഡ് സ്റ്റഡിങ് സ്കിൽസ്. പഠിക്കാനും പഠിപ്പിക്കാനും കഴിയണം. ആദ്യം നമുക്ക് ടീച്ചിങ് സ്കിൽസിൽ മാത്രം നമുക്ക് ഊന്നൽ കൊടുക്കാം. ടീച്ചിങ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. അപ്പോ ലേണിംഗ് സ്കിൽസ് ആൻഡ് ടീച്ചിങ് സ്കിൽസ് ആർ ഇന്റർ കണക്റ്റഡ്. ഇറ്റ്സ് നോട്ട് സെപ്പറേറ്റ്, ഇറ്റ് ഈസ് ഇന്റർ കണക്റ്റഡ്. ദെൻ അഞ്ചാമത്തെ പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. 100-ൽ 99% ആളുകളും തെറ്റിക്കുന്ന ഒന്നാണ്. ദേ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോസസ്, നോട്ട് ദ റിസൾട്ട്സ്. ആ ചെയ്യുന്ന പ്രോഗ്രാംസിനകത്ത്, ആ ചെയ്യുന്ന പ്രവർത്തനകത്ത് നമുക്ക് എന്ത് വേണം? താല്പര്യം വേണം. ഏതിലാവരുത്? റിസൾട്ടിലാവരുത്. ഉദാഹരണത്തിന്, ഒരു മരച്ചീനി നമ്മൾ നടുന്നു, എല്ലാ ദിവസവും നമ്മൾ അതിന്റെ റിസൾട്ട് എടുക്കുന്നു, നമ്മളത് പൊക്കി നോക്കുന്നു, അതിൽ കിഴങ്ങ് വരുന്നുണ്ടോ? ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്താൽ മതി. റിസൾട്ട് ഈസ് നാച്ചുറൽ. ആൻഡ് സോ വി ലവ് ദ പ്രോഗ്രസ്, വി ഇൻട്രസ്റ്റ് ദ പ്രോഗ്രസ്. ആൻഡ് മൈൻഡ് യു that it is the last point, not the least one. Mind you, result is in action. പ്രവർത്തനത്തിലാണ് റിസൾട്ട് ഉള്ളത്. Not in learning, not in studying, not in the teaching, not anything. It is in action. അപ്പോൾ repeated continuous consistent action, it should be a habit. The result should be sure. Thank you. I'm Dr. Ali, aliadimbrasdentalclinic.com.